അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു ചെക്കൻ്റെ പേര് നെരിയാണിക്ക് താഴെ ഉണ്ട്, അപ്പോൾ അവനോട് സംസാരിക്കണം, നല്ലോണം തിന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോൾ അധികം ഭക്ഷണമെല്ലാം കുറച്ച് ഡേറ്റ്. എന്ത് ഡേറ്റ്? വേറെ ഓരോ പാട്ടായി. അല്ലല്ല, ഞാൻ ഭക്ഷണം കുറച്ച് കോട്ടലൊക്കെ വലുതായി. എന്ത് കോട്ടൽ? കോട്ടലൊന്നും എന്ത് കോട്ടൽ? കോട്ടൽ വലുതായോണ്ടിരിക്കില്ല, പാൻറ്റൊക്കെ വെച്ചെടുത്ത് നിൽക്കാണ്ട് താഴെ. അത്രയേ ഉള്ളൂ. ഈ കുറ്റപ്പെടുത്തൽ നിർത്തുന്ന ഒരു നാടായൊക്കെ എന്ത് രസമുണ്ടാവും ആ നാട്ടിൽ ജീവിക്കാൻ തന്നെ. ഇല്ലെങ്കിൽ ചില പ്രായമുള്ളവർ വരുമ്പോൾ തന്നെ പിള്ളേർ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം എന്ന അർത്ഥത്തിലെ കുട്ടികൾ കാണുന്ന തന്നെ. അതേസമയത്ത് ചില ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ, അവരോട് ഭയങ്കര സ്നേഹമാണല്ലോ. എന്തുകൊണ്ട്? അവരെന്തെങ്കിലും സ്നേഹമുള്ളതേ പറയുള്ളൂ. അൽ അംറു ബിൽ മഅറൂഫ്, നല്ല രീതിയിൽ കൽപ്പിക്കണം, നല്ല രീതിയിൽ. ഒരു ചെറുപ്പക്കാരൻ വൊളു എടുക്കണ വൊളുവിൽ പിശകുണ്ട് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു കണ്ടു. ഷാഫി ഇമാം റളിയല്ലാഹു അടുത്ത് പോയിട്ട് പറഞ്ഞു, ഐ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, അഹ്സിനുൽ വുളുവ, വൊളു നന്നാക്കും മോനെ, എങ്കിൽ യുഹ്സിനുക്കല്ലാഹ്, മോനെ അല്ലാഹ് നന്നാക്കും. അപ്പൊ ആ കുട്ടിക്ക് എന്തോ ഒരു സ്പാർക്ക്. കാരണം നീ നന്നാവില്ല, നീയൊന്നും ഒരിക്കലും നന്നാവില്ല ചെയ്താനെ. ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഒരു തലമുറ നീ നന്നാകുമെന്ന കവാടം കണ്ടാൽ ശരിക്കും ഞാൻ ഉറപ്പ്. ആ കുട്ടീനോട് ഷാഫി ഇമാം പറഞ്ഞ വാക്ക് അങ്ങനെയാ, മോൻ വുളു നന്നാക്കിയ മോനെ അല്ലാഹ് നന്നാക്കും. പറഞ്ഞെടുത്ത പോലെ വുളു എടുത്ത് തീർന്നിട്ടില്ല, അടിപൊളി നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഷാഫി ഇമാമിനെ പരുതിയിട്ട് ഈ കുട്ടി പോവുക ഷാഫി ഇമാം റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഷാഫി ഇമാമിനോട്, ഹൗസിനിയ കുറച്ച് ഉപദേശം തരാമോ, ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ആക്കണ്ട. നല്ല രീതിയിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ തോളത്ത് കൈവച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അസുഫ ദർസിന് വിളിക്കാണ്ട് തന്നെ വന്നു എന്നാണ് അതിൻ്റെ മലയാളം. അങ്ങനെയാണ് ആവേണ്ടത്. കുട്ടിയൊക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ നന്നാവാത്ത കാലം, നന്നാവുന്ന കാലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാലം നമ്മളത് സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാലമൊന്നുമില്ല. അതാണ് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ പറഞ്ഞത്. നമ്മൾ പഠിപ്പിച്ചതിൻ്റെ വിരുദ്ധമായിട്ട് മക്കൾ എന്തെങ്കിലും ചെയ്ത ഉടനെ നമ്മൾ അവർക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. മുടി നീട്ടി, പാൻറ് നീണ്ടി, അഡിക്ഷനായി പോയി, എന്തോ ഒരു ബന്ധത്തിൽപ്പെട്ടു, ഉടനെ ശപിക്കരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. നീ ഒന്നും നന്നാവില്ലടാ, നീ എൻ്റെ വീട്ടിൽ കയറണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു മോനില്ല, അങ്ങ് 8 മക്കളുണ്ട്, ഒന്ന് മരിച്ചെന്ന് വിചാരിച്ചോളൂ. ഇതെല്ലാം ഇടുന്ന ഈ പെണ്ണുങ്ങന്മാർക്ക് കിട്ടീന്. ഈ ശാപത്തിന് എഴുതുന്ന ഈ ഉമ്മമാർ കോഴ്സ് ചെയ്തത് ഒറ്റ ആപ്ലിക്കേഷനിലും അങ്ങനെ ശാപ ആപ്ലിക്കേഷൻ ഇല്ലല്ലോ. ഇവർക്ക് എഴുതുന്ന ഇത് കിട്ടിയത്. നീ ഒന്നും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആ കുട്ടി 10-35 കൊല്ലം ചെയ്ത തമ്മാടിത്തത്തിനേക്കാൾ വലിയ അപകടമായിരിക്കും ഈ ഉപ്പാൻ്റെ ഒരു ശാപവാക്ക്. ലാ തദോ അല ഔലാദിക്കും, നിങ്ങൾ മക്കൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല എന്ന നിയമം. ദ്വാരക്കരുത് അങ്ങനെ. അത് ജാഹിലീങ്ങളായ ഉമ്മവാപ്പമാർ ചെയ്യുന്നതാന്ന ഹുസ്നു തനബ്ബുഹിൽ പറയുന്നത്. ജാഹിലീങ്ങളായ ഉമ്മവാപ്പമാർ ചെയ്യുന്നതാ, വിവരമില്ലാത്തവർ. നമ്മളെ നാട്ടിൽ തന്നെ എത്ര അനുഭവങ്ങളുണ്ട്. വളരെ വൃത്തികേട് ജീവിതം, ഫ്രോഡായിട്ട് നടന്നു, പല കോമാളിത്തരത്തിന് നിന്ന് കൊട്ടിക്കലാശ അവൻ്റെ ജീവിതാക്കി മാറ്റി. എങ്ങനെങ്കിലും ഇവൻ്റെ ശല്യം ഒഴിവാകട്ടെ എന്ന് കരുതി പെണ്ണ് കിട്ടാത്ത ഒരു മോനെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു. സൗദിയിലെ അൽക്കോബാറിൽ ജോലി, അല്ലെങ്കിൽ റിയാദിൽ ജോലി. 2-3 മാസക്കാലം കഴിഞ്ഞ്, അല്ലെങ്കിൽ 2-3 വർഷക്കാലം കഴിഞ്ഞ് അവിടുത്തെ ICFൻ്റെയോ RSCയുടെ ഒക്കെ ബന്ധത്തിൽ ആത്മീയ മജ്‌ലിസിലും നല്ല നല്ല ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് ഏതോ ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണമൊക്കെ കേട്ട് എനിക്ക് ഒന്ന് സ്പാർക്കായി. പിന്നെ വരുന്ന ഫോൺ കോളിൽ എന്താ വരുന്നതെന്നറിയാം, ഉമ്മാക്കുപ്പാക്കും ഉംറയുണ്ടായിരുന്നു. നമ്പർ മാറിപ്പോയി, എൻ്റെ മോൻ എന്നെ വിളിക്കുന്നത്. ഹലോ മോനു, മക്ക സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ ജീവിക്കുന്ന ഈ വയസ്സായ ഉപ്പാനുമാനും ഉംറക്ക് കൊണ്ടുപോകുന്ന മോന് എത്ര അനുഭവങ്ങളുണ്ട്. അങ്ങനെ ശപിച്ചിട്ട് കൊന്ന് ചാമ്പലാക്കിയാൽ ഈ കുട്ടി എങ്ങനെ നമുക്ക് തിരിച്ചു വരിക? നമ്മളെ മക്കളൊക്കെ നന്നാകുമെന്ന പ്രതീക്ഷ മാത്രമേ നമുക്ക് ഉണ്ടാകാൻ പറ്റൂ എന്ന് ആ കിതാബിൽ തന്നെ തുടർന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ ശാപമൊക്കെ തുടങ്ങിയത്? ശാപവാക്കി ഇസ്ലാമിൽ പറ്റൂല. മുഖം കെടട്ടെ എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ വെറുതെ സ്വാലിഹീങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ഓരോരുത്തരും ഉണ്ടാക്കണല്ലേ. അങ്ങനെ പാടില്ല എന്നല്ലേ. ഒരാക്കിതിരെയും ദ്വാരക്കരുത്. നിങ്ങൾ കേട്ടിനോ? സ്വാലിഹീങ്ങളുടെ സ്വഭാവം തന്നെ എന്താ പറയാം. സൂഫിയാക്കളുടെ സ്വഭാവം വിശദീകരിക്കുന്ന ഇമാം ഷഹറാനി റഹിമഹുള്ളയുടെ ഒരു കിതാബുണ്ട്. കിതാബിന്റെ പേര് ബഹ്ജത്തുൻ നുഫൂസി വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖ്. ആ കിതാബിൽ പറയുന്നതാണ്, സൂഫിയാക്കളുടെ സ്വഭാവം തന്നെ എന്താ, ദുആക്ക് ഉത്തരം കിട്ടുമെന്നൊരു സ്ഥലം അവർക്ക് മനസ്സിലായാൽ, മദീന, മക്ക, അറഫ, ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ഒരു സമയം അവർക്ക് കിട്ടിയാൽ, തഹജ്ജുദിന്റെ സമയം, ഫർള് നിസ്കാര ശേഷം, ഇൽമിന്റെ മജ്‌ലിസ്, അങ്ങനെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് അവർക്ക് തോന്നിയാൽ ആദ്യം തന്നെ അവർ ദ്വാരന്ന് വെക്കൽ എന്താണെന്നറിയോ?
അല്ലാഹുവേ എൻ്റെ മരണത്തിനു മുമ്പ് ഞാൻ ആർക്കെങ്കിലും എതിരെ ദ്വാരന്ന് പോകുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അന്നത്തെ ദേഷ്യം കൊണ്ടായിരിക്കെങ്കിൽ എതിരെ ദ്വാരന്ന് പോയാൽ അത് സ്വീകരിക്കല്ലേ എന്ന് ആദ്യം തന്നെ ദ്വാരന്ന് വെച്ചിട്ട് ആ ആപ്പ് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും. സ്വാലിഹീങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി കണ്ടങ്ങൾ, സൂഫിയാക്കടെ സ്വഭാവത്തിൻ്റെ തെളിച്ചം കണ്ടങ്ങൾ. അല്ലാഹുവേ എൻ്റെ മരണത്തിനു മുമ്പ് ആർക്കെങ്കിലും എതിരെ ഞാൻ ആ സമയത്ത് ഒരു സന്ദർഭത്തെ ദേഷ്യം പിടിച്ചിട്ട് ഒരു ശത്രുവിനെതിരെ ദ്വാരന്ന് പോകുന്നുണ്ടെങ്കിൽ അത് നീ സ്വീകരിച്ചേക്കല്ലേ. ദ്വായിന് ഉത്തരം കിട്ടുന്ന സമയത്ത് സ്ഥലത്ത് അവർ ദ്വാരം നോക്കും. എന്നിട്ട് തുടർന്ന് ഷെഹറാനി ഇമാം റഹിമഹുല്ലാഹ് പറയാ, അതുകൊണ്ടാ മോനെ ചില സ്വാലിഹീങ്ങളെ ചിലർ ബുദ്ധിമുട്ടിച്ചാൽ അവർ ചിലപ്പോൾ ദേഷ്യം പിടിച്ച് ദ്വാരന്ന് പോകുന്നുണ്ടാവും. അത് അല്ലാഹ് സ്വീകരിക്കൂല. കാരണം നേരത്തെ തന്നെ സ്വീകരിക്കേണ്ട എന്നുള്ള ആപ്പ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് കാരണം. അതാണ് അവരുടെ ഒരു മനസ്സിൻ്റെ ശുദ്ധി. നന്ന കളിക്കണ്ട, ഞാൻ എനിക്കെതിരെ ദ്വാരക്കുന്നു. യാ റബ്ബ്, ആര് അങ്ങനെ ഉണ്ട് പറയില്ലേ? ഉപ്പ ഉമ്മയുടെ അധികാരം ഉപയോഗിച്ചിട്ട് കുട്ടികളെ അടിച്ചമർത്താനൊന്നും പറ്റൂല, അങ്ങനൊന്നും പറ്റൂല. പറ്റുമോ? അതേ കിതാബിൽ തന്നെ പറയുന്നുണ്ട്, ഉപ്പാന്റെ ഷോപ്പിൽ മക്കളെ നിർത്തി ശമ്പളം കൊടുക്കണോ? നിങ്ങൾ കൊടുക്കില്ല. ഇല്ല, എന്തുകൊണ്ട്? മോനല്ലേ. മോനെന്താ മനുഷ്യനല്ല? മനുഷ്യൻ. ചില ചെറുപ്പക്കാർ ചിരിക്കുന്നുണ്ട്, ഉറപ്പിടുണ്ട് തോന്നുന്നു. പറഞ്ഞു കൊടുക്കും ഉസ്താദേ, പറഞ്ഞു കൊടുക്കുന്നു. അല്ല, എനിക്ക് അർത്ഥം അറിയില്ല, ഞാനൊന്ന് ഗസ് ചെയ്ത് പറഞ്ഞത്. അൽ-അംറു ബിൽ മഅറൂഫ്, വഴിയോരങ്ങളിൽ കാണുന്നവരോട് സൗഹൃദത്തിൽ നന്മ പറഞ്ഞു കൊടുക്കണം. നന്മ പറഞ്ഞു കൊടുക്കണം, സോഫ്റ്റ് ആയിട്ട് നന്മ പറഞ്ഞു കൊടുക്കണം. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ തഹജ്ജുദ് നിസ്കരിപ്പിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. വലിയ നേതാവാനുള്ള ലീഡറാണ്. അതിനെ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ നബി തങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യുന്ന അറിയാം? നിഅമർ റജുലു അബ്ദുല്ല. അബ്ദുല്ല നല്ല മോനാണ്. അബ്ദുല്ല ആണായോണ്ട് ആണുങ്ങൾക്ക് തന്നെ അഭിമാനം. നിയമന്റെ അർത്ഥം വെക്കണം. പിന്നെ പറയാം, തഹജ്ജുദും കൂടി നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ പറയാനില്ല. പിന്നെ രാത്രി അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ കുറച്ച് ഉറങ്ങും. തഹജ്ജുദ് സാധിക്കാവണ്ടേ, കുറച്ച് ഉറങ്ങും. പറയണ്ട പോലെ പറഞ്ഞു. അങ്ങനെ. അപ്പൊ നമ്മളെ പള്ളിയിൽ മദ്രസയിൽ ഒരു കുട്ടിയുണ്ട്. ആ പള്ളിയിൽ വന്നൊരു കുട്ടി ഒന്നു കൊടുക്കുന്നത് തെറ്റാണെന്ന് നമ്മൾ കണ്ടു. ഇനി എത്രാം ക്ലാസ്? ഏത്? 9. ഏതാ മദ്രസ? അപ്പറ വെറുതെ. ഇനി ആ കുട്ടി മേലാല് പള്ളി വരൂല, വന്നാൽ തന്നെ ഒന്നു കൊടുക്കും ചെയ്യില്ല. ദയവ് ചെയ്തിട്ട് ഈ ദൈവത്ത് അറിയില്ലെങ്കിൽ ഈ പരിപാടി നിർത്തി വെക്കണം. മിണ്ടാണ്ട് പോവുക, മിണ്ടാണ്ട് വരിക. മനുഷ്യന്മാരെ കൊല്ലരുത് എപ്പോഴും. 4-മത്തത്, വഴിയോടുള്ള 14 കടപ്പാടുകളിൽ 4-മത്തത് കൂടി പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. വനഹിയുൻ അനിൽ മുൻകർ, തെറ്റിനെ എതിർക്കണം. എങ്ങനെ? അതും ഈ പറഞ്ഞ പോലെ തന്നെ തെറ്റിനെ വളരെ സോഫ്റ്റ് ആയിട്ട് എതിർക്കുക. നമ്മളെ വീട്ടിൽ എപ്പോഴും പരമാവധി പോസിറ്റീവ് വർത്തമാനങ്ങൾ കൊണ്ട് നിറക്കണം. 50-ൽ 40 മാർക്ക് വാങ്ങിയ കുട്ടിനോട് മാഷാ അല്ലാഹ് 40 ഫുള്ള് നിന്റെ തന്നെ മാഷാ അല്ലാഹ് ഇങ്ങനെ ചോദിക്കേ വേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഉമ്മമാര് ബാക്കി 10 എടുത്തോ, ഇതെന്താ ടൈഗർ ബിസ്ക്കറ്റാ പുറക്കിയിട്ട് വരാൻ? ഈ ചോദിക്കുന്ന ഉമ്മ 3 തോറ്റതായിരിക്കും. ഈ അടുത്തൊരു കിതാബിൽ ഞാൻ വായിച്ചു, ഈ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് തിരുത്തി കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ ആ കിതാബ് പറയാം. എന്താണെന്നറിയാം? ഖത്തറിന്ന് പ്രസിദ്ധീകരിക്കുന്ന കിതാബ്. എന്താ പറയുന്നത്? നമ്മൾ അതേ പ്രായമായാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അങ്ങനെ ആലോചിച്ചാൽ തന്നെ ഏകദേശം പ്രശ്നം തീരും. അപ്പോൾ നമ്മളിപ്പോൾ പേരക്കുട്ടികളോട് ഡയലോഗുകൾക്ക്, പണ്ട് ഉപ്പാബെല്ലാം പഠിക്കണ കാലത്ത് ചെമ്മിണി വിളക്ക് കത്തിച്ചിട്ടാണ് പഠിച്ചത്. പിന്നെ ആ തള്ളു കഴിഞ്ഞ ഉടനെ ഈ പേരക്കുട്ടി തിരിച്ചു ചോദിക്കും, അന്ന് CFL ഉണ്ടായിരുന്നോ? ഇല്ല. 0 ബൾബെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. LED ഉണ്ടോ? ഇല്ല. പിന്നെ അന്ന് എന്താ ഉള്ളത്? ചെമ്മിണി വിളക്ക്. പിന്നെന്താ കത്തിക്കേണ്ടത്? ദയവ് ചെയ്ത് തള്ളു നിർത്തുക, കൊള്ളാൻ പറ്റുന്നത് മാത്രം പറയുക. എന്നാലേ ദൈവത്തിന് ഫലം ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക. അതെ, നമ്മൾ ഈ പ്രായമാണെങ്കിൽ ഐഫോൺ ഉപയോഗിക്കൂലേ? പിന്നെ ഐഫോൺ പിന്നെന്താ ഉപയോഗിക്കല്? കുട്ടികളെ ഒന്നുകൂടി ഫ്രണ്ട്ലി ആക്കുക. ഫ്രണ്ട്ലി. 63 വയസ്സിൻ്റെ ഇടയിൽ ഏതെങ്കിലും കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോഴാണ് ചില ഉപ്പമാർ പറയണത്, ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ പിന്നെ മുണ്ടൂല. അതൊരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെയല്ലേ, മുണ്ടൂ. ഞാൻ മദ്രസൻ്റെ വരാന്തയിലൂടെ നടന്നാൽ മതി ഉസ്താദേ, വിറക്കുമുള്ളത്. ഭയങ്കര സംഭവം നമുക്ക് തോന്നുന്നത്. ആരാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്? ആരാണ് ഈ കൾച്ചർ പഠിപ്പിച്ചത്? കുട്ടികൾ വിറക്കണം എന്നാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളിലേക്ക് ഓടി കയറുകയാണ് കുട്ടികൾ. മടിയിൽ വന്ന് ഇരിക്കുകയാണ്, ചുമലിൽ തൂങ്ങുകയാണ്. കണ്ടോ എങ്ങനെയാണ് തങ്ങൾ തെറ്റ് തിരുത്തി കൊടുക്കുന്നത്? മദീനയിലെ ഒരു കുട്ടി, ആ കുട്ടി ഈന്തപ്പന മരത്തിന്, അൻസ്വാറുകളുടെ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ട് എന്ന് ന്യൂസ് കിട്ടി. അൻസ്വാറുകൾ പരതി നടക്കുകയാണ് ആ കുട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം കിട്ടുകയും ചെയ്തു. ആ കുട്ടിനെ കൊണ്ടുവന്നു.
ആ കുട്ടിനോട് ചോദിച്ചു, മോൻ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ടോ? യെസ്. കുട്ടികൾ നിഷ്കളങ്കരായതുകൊണ്ട് തന്നെ ഉത്തരത്തിൽ നിഷ്കളങ്കത ഉണ്ടാവും. കുട്ടികളുടെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഔലിയാക്കളാകുമെന്ന് സുയൂത്തി ഇമാമിന്റെ കിതാബിൽ കാണാം. കുട്ടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണവർ. ഉദാഹരണത്തിന് നമ്മുടെ 2 ജ്യേഷ്ഠന്മാരുടെ ഓരോ മക്കൾ, അവർ അടി എന്ന് പറഞ്ഞ അടി. ഈ അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മാമ വീട്ടിലെ അടുക്കളയിലെ അഥവാ കിച്ചണിൽ നിന്ന് ഒരു ചട്ടകോ അല്ലെങ്കിൽ ഒരു വിറക് എടുത്തിട്ടുള്ള രണ്ടിന് വേറൊരു അടി എന്ന് പറഞ്ഞിട്ട് ഈ ചട്ടകം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വിറകിൻ്റെ കഷ്ണം എടുത്തിട്ട് വരുമ്പോഴേക്കും അവർ രണ്ടാളും സുഹൃത്തുക്കളായിട്ട് പോയിട്ടുണ്ടാവും. അല്ലാണ്ട് മൂപ്പരുണ്ടെങ്കിൽ ഞാൻ സ്റ്റേജിൽ കയറൂല എന്ന് പറയുന്നത് ഈ സിദ്ധാന്തമൊന്നും അവർക്കില്ല. അവർ നിഷ്കളങ്കരാണ്, അവർക്ക് പകപോക്കലുകളില്ല. എൻ്റെ പുതിയ ആപ്പിളെ ഞാൻ ഫോണിലാണ് വിളിച്ചത് കല്യാണത്തിന്, മറ്റുള്ളത് നേരിട്ട് വിളിച്ചിന്. അതുകൊണ്ട് നമ്മ ആരും പോകില്ല. എവിടുന്നാണ് നമുക്കിതെല്ലാം കിട്ടിയത് എന്നുള്ളതില്ല. അതേസമയത്ത് ഓൺലൈൻ മജീസ് എല്ലാ ദിവസവും ഉണ്ടാവും ചെയ്യും. എന്തെന്നാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്? ഈ മാമൂലും കുറേ വൃത്തികെട്ട ഈ ബാഡ് കസ്റ്റംസ് ഒക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു കിടന്നാൽ പിശാച് ഇങ്ങനെ മുട്ടിട്ടിട്ട് കുറേ ഇബ്ലീസിനെ വളർത്തിക്കൊണ്ടുവരും. അതാ പ്രശ്നം. ഈ ഈന്തപ്പന മരത്തിന് കല്ലെറിഞ്ഞ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോൻ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ടോ? ആ ഉണ്ട്. കുട്ടീന്റെ നിഷ്കളങ്കമായ ഉത്തരാണ്. എന്തിനാ കല്ലെറിയ? ഈത്തപ്പഴം കിട്ടാൻ, വേറെന്തിന്? ആ കുട്ടീന്റെ ഉത്തരാണത്. ലാത്തർമിൻ നഖല, ഈന്തപ്പന മരത്തിന് കല്ലെറിയാന്ന് പറ്റൂല. ഒന്ന് സമ്മതമില്ല, കേടുപാടോ ഒക്കെ പ്രശ്നമാണ്, പറ്റൂല. വീണ ഈത്തപ്പഴം എടുത്തോട്ടല്ലേ ഈ കുട്ടി? വീണ ഈത്തപ്പഴം മോനെടുത്തോളെ. എന്നിട്ട് ആ കുട്ടീൻ്റെ തല തടവി ദ്വാരം കൊടുത്തു. ഹലാല് തിന്ന് വയറ് നിറയുന്ന ഒരു നല്ല മോനാക്കി വളർത്തണേ എന്നൊരു ദ്വാ അള്ളാഹിനോട്. മിസ്റ്റേക്ക് വന്ന കുട്ടിക്ക് ദ്വാ ആണ് സമ്മാനം കൊടുത്തത്, തലോടലും. ഇങ്ങനെ മദീനയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ആരാ പറയുന്നറിയാം? പരിസരവാസികളല്ല, അന്നത്തെ വീഡിയോൻ്റെ വ്യൂവേഴ്സ് ടീമല്ല പറയണത്. പിന്നെ ആരാ പറഞ്ഞത്? ഈ കുട്ടി എന്നെ വലുതായിട്ട് പറയാന്ന്. പണ്ട് 5ാം ക്ലാസ് സദറസ്ത എന്ന ഫീലിങ്ങിലാണ് പറയണത്. ഇതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം പറയണത്. വേണ്ട, ഈ കുട്ടി തന്നെ പറയാം, എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായിന്, എനിക്ക് തങ്ങളാണ് തിരുത്തി തന്നത്. അതാണ് ഇസ്ലാമിലേക്ക് വന്ന ഉടനെ മുആവിയത്ത് ബിനുൽ ഹക്കം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ഉടനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ തുമ്മിയ റഹ്മക്കല്ലാ പറയണം. അല്ല, തുമ്മിയാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഇറമക്കല്ല. അത് നിസ്കാരത്തിൽ പറഞ്ഞാൽ നിസ്കാരം പത്തിലോ. മുആവിയ റളിയല്ലാഹു അത് അറിയാത്തതുകൊണ്ട് ഇറമക്കല്ല പറഞ്ഞു. എല്ലാവരും പാടെ നോക്കുന്ന പോലെയൊക്കെ തോന്നി. അപ്പോൾ ആ സ്വാബി പിന്നെ എന്താ എല്ലാവരും എന്നെ നോക്കുന്നു അങ്ങനെയും പറഞ്ഞു. പിന്നെ പാവത്തിനറിയില്ല. ഇങ്ങനെ തുടക്കൊക്കെ അടിച്ചിട്ട് മിണ്ടാണ്ടിക്കാന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉറപ്പിച്ച് മിക്കവാറും എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഈ വിളിച്ചു എന്ന് എങ്ങനെ മുആവിയ റളിയല്ലാഹു പറയുന്നറിയോ? ബി അബി ഹുവ വ ഉമ്മി, എൻ്റെ ഉപ്പാനും ഉമ്മാനും വിറ്റാ പോലും കിട്ടൂല. അങ്ങനത്തെ ഒരു സ്നേഹമുള്ള നേതാവിനെ എന്നെ വിളിച്ചു. വല കഹറനി, എന്നെ ആക്ഷേപിച്ചിട്ടില്ല. വല ലറബനി, എന്നെ അടിച്ചിട്ടില്ല. വല ശതമനി, എന്നെ ചീത്ത വിളിച്ചിട്ടില്ല. മോനു നിസ്കാരല്ലേ? നിസ്കാരം എന്ന് പറഞ്ഞാൽ ഖുർആന്, ദിക്ർ, ഇതൊക്കെ ചെല്ലണ്ടല്ലേ? സംസാരം പറ്റൂല. എന്ത് സ്നേഹമുള്ള നേതാവ്. ഇങ്ങനെ ഒരു സംഭവം മദീനത്തെ പള്ളിയിൽ അരങ്ങേറിയെന്ന് ആരാ പറയുന്നു? മുആവിയ റളിയല്ലാഹു അൻഹു. വേറെ ആരാ പറയണ്ടേ? ഇതാണ് മദീനത്തെ പള്ളി. ആ പള്ളി തിരിച്ചു വരണം നമ്മുടെ നാട്ടിലേക്ക്. ഒരാറാബി പള്ളിയിൽ മൂത്രമൊഴിച്ചു പോയി. സ്വഹാബത്തൊക്കെ മൂപ്പരെ കൈകാര്യം ചെയ്യാൻ നോക്കിയപ്പോൾ തങ്ങളെന്താ പറഞ്ഞത്? അങ്ങനെ തന്നെ പിടിച്ചിട്ട് പള്ളീൻ്റെ പുറത്തേക്ക് ഇടുന്നല്ല, എന്നെ മൂത്രമൊഴിച്ച് തീരുന്നവരെ കാത്തിരുന്നു. മൂത്രമൊഴിക്കുന്നത് ഏതായാലും അക്രമുൽ ഖൽക്കും വാസ്വാബഹു നോക്കിയിരിക്കൂലല്ലോ, ഇല്ല. ഒഴിച്ച് തീരുന്ന ആ സമയം എത്ര മിനിറ്റാണെന്ന് വെച്ചാൽ അത്രയും കാത്തിരുന്നു. ഒന്നാമത് നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. പിറ്റേന്ന് തന്നെ മറുപടി ക്ലിപ്പ് ഇട്ട പ്രഭാഷണം വേണം. അതാണ് നമ്മളെ നാടിനെ തകർക്കണത്. വേണ്ട, ഈ നാടിന് അത് യോജിച്ചതാണോ അല്ലയോ നോക്കിയിട്ട് ഇനിയുള്ള കാലത്തെ ദഅവത്ത് അങ്ങനെ മാത്രം നടത്തിയാൽ മതി. അതിന് സംഘടനാ റൂട്ടിൽ തന്നെ നമ്മളെല്ലാവരും ഉണ്ടാവും. മൂത്രമൊഴിച്ച് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ആ അറാബിയെ വിളിച്ചിട്ട് തങ്ങൾ പറയാം, പള്ളിയല്ലേ, പള്ളിയിലാവുമ്പോൾ പറ്റൂലോ, ഒരു ചൂടാവലില്ല. എന്തൊഴിച്ചത്? ജ്യൂസല്ലടോ, മൂത്രം. എവിടെ ബുധനതാണില്ല, എവിടെ? മദീനത്തെ പള്ളിയിൽ. എന്നിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? 2 കാരണങ്ങൾ കൊണ്ടാണ് തങ്ങൾ ആ നിലപാട് സ്വീകരിച്ചത്. ഷറ മുസ്ലിം. ഒന്ന്, മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഓടിച്ചാൽ പള്ളി മൊത്തം മൂത്രാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഏതോ ഒരാളുടെ കല്യാണത്തിൻ്റെ തലേന്ന് എന്തോ വൃത്തികേട് നടന്നത് ജുമുഅയ്ക്ക് ശേഷം പ്രസംഗിച്ചാൽ നാട്ടുകാർ മൊത്തം അറിയുമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് വേണ്ട. സെക്കൻഡ്, മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഓടിക്കാൻ ശ്രമിച്ചാൽ അയാൾ പിടിച്ചു വെച്ചിട്ട് പിന്നൊഴിക്കാൻ ബാക്കിയെന്ന് വിചാരിക്കും. അയാൾക്ക് മരണം വരെ മൂത്രസംബന്ധിയായ അസുഖത്തിന് സാധ്യത ഉണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളുടെ കല്യാണത്തിൻ്റെ തലേന്ന് കള്ളോ മറ്റോ വിതരണം ചെയ്തത് ജനറൽ ബോഡിക്ക് ചർച്ചയായാൽ അയാൾ മേലാൽ നമ്മളെ പള്ളിയിലേക്ക് വരാൻ സാധ്യതയില്ല. യെസ്.
അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടമല്ല, മനുഷ്യനാവുക. മുസ്ലിം ജമാഅത്തിൻ്റെ കേരള യാത്രയിലൂടെ നമുക്കത് ബോധ്യമാവും. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമുക്ക് തന്ന മക്കൾ, തരുന്ന മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. ദുആക്ക് മുമ്പ് നമുക്ക് ബുർദുണ്ട്, ഉദ്ഘാടന പ്രഭാഷണമുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ പിരിഞ്ഞു പോകേണ്ടത്. SSFൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹൃത്ത് ജാഫർ ഇർഫാനി ഉസ്താദ് അടക്കമുള്ള ഒരുപാട് നേതാക്കൾ, പ്രാസ്ഥാനിക നേതാക്കളൊക്കെ ഉണ്ട്. അവസരോചിതമായി ഓരോരുത്തർ ഇടപെടും. നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവണം. മുത്തഅല്ലിമീങ്ങളായ മക്കൾ വെക്കുന്ന പരിപാടി കടബാധ്യതകളിലൊന്നും പെടാതിരിക്കാൻ നിങ്ങളൊക്കെ നേരത്തെ സഹായിച്ചിട്ടുണ്ടാവും. എന്നാലും ചെറിയൊരു ദുആ നടത്തുന്നതിന് മുമ്പ് ഒരു 10 ആൾക്കാർ മാത്രം, അത്ര മതി. 10 ആൾക്കാർ 1000 രൂപ തരാൻ പറ്റുന്ന 10 ആൾക്കാർ കൈവക്കി. 10 ആൾ അത് വേഗം ആവുന്ന എനിക്ക് ഉറപ്പുണ്ട്. വേഗം ഒരു 10 ആളായാൽ മതി. ബിസ്മില്ലാ. മക്കളൊക്കെ സ്വാലിഹീങ്ങളാവണമെന്ന താല്പര്യത്തിൽ 10 ആൾക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് പെട്ടെന്ന് തുടങ്ങിക്കോ. 1 2 3 4 5 ആൾക്കാർ. ഇനി ഒരു 5 ആളും കൂടി പറഞ്ഞാൽ തമാം. 1000. 2500 നോട്ടിലാണ് ഇന്ത്യയിൽ 1000 എന്ന് പറയുക. ഓക്കെ, ഒരു 5 ആളും കൂടി പറഞ്ഞാൽ മതി. സ്ത്രീകളുടെ ഭാഗത്ത് ആരെങ്കിലും വോളണ്ടിയേഴ്സ് ഉണ്ടോ? ഇല്ല. അല്ല, ഇല്ലെങ്കിൽ ഖബറിൽ ശിക്ഷയൊന്നുമില്ല, പേടിക്കാൻ വേണ്ട. ഒരാളുണ്ടായാൽ നല്ലത്. പെണ്ണുങ്ങൾ തന്നെ ആരെങ്കിലും 5 ആൾക്കാർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരു 5 ആൾക്കാരും കൂടി പറയാൻ പറ്റി. ഒരു 1000 രൂപ. 1000 രൂപ. മക്കളൊക്കെ നന്നാവണം, നമ്മൾ സ്വാലിഹീങ്ങളാവണം എന്ന അർത്ഥത്തിൽ സ്റ്റേജ് മുന്ന ഒരാൾ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 4 ആൾ കൂടി പറയാം. അതാ ഒരു ഉമ്മ അല്ലേ, ഒരു സ്ത്രീ, വേറെ ആളും കൂടി. മാഷാ അല്ലാഹ് 9 ആയി. ലാസ്റ്റ് ഒരാൾക്ക് ചാൻസ് ഉണ്ട്. എന്തായാലും 10 ആവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. വേണമെങ്കിൽ ആ 10ൽ പെട്ടാൽ മതി എന്നേ ഞാൻ പറയുന്നതിന് താല്പര്യമുണ്ട്. ഒരാൾ കൂടി പറഞ്ഞാൽ മതി. 10ാമത്തെ ആളാരാ? ഒരാൾ കൂടി. 10ാമത്തെ ആൾ. ഇവിടുത്തെ സ്ത്രീകൾ കാര്യമായിട്ടൊന്നും മിണ്ടണില്ല. നല്ല സ്ത്രീകൾ കേട്ടോ, അദബുള്ള സ്ത്രീകൾ, ഒന്നും മിണ്ടാത്ത സ്ത്രീകൾ, നല്ല സ്ത്രീകൾ. ഇന്നലെ വേദന ഉണ്ടായിരുന്നോ സ്ത്രീകൾക്ക് പറ്റി? ഇന്ത്യയിലൊന്നും മിണ്ടാത്ത. അത് ഒരാൾ കൂടി. 10. അൽഹംദുലില്ലാ. അള്ളാഹു 10 പേർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ബാക്കി ഇവിടെ ഒരുപാട് പരിപാടി നടക്കാനുണ്ട്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാ. ഈ സ്വതക്ക ഇത് എല്ലാവർക്കും അള്ളാഹു നമുക്കും അവർക്കും സ്വർഗം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധാരത